ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വയുക്റഹു തഹരീമൻ, തഹരീമിന്റെ കറാത്താക്കപ്പെടും. തഹരീമിന്റെ കറാത്ത് എന്ന് പണ്ട് നമ്മള് ഖുലാസ ഓതുന്നതിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതായത് ഹറാമ് തന്നെയാണത്. നിയമപരമായിട്ട് ഒരു ഹറാമ് ചെയ്ത കുറ്റം ഉണ്ടാവും. പിന്നെന്നാ നേരിട്ട് ഹറാമ് എന്ന് പറയാതിരിക്കാൻ കാരണം ഇത് ഹറാമാണെന്ന് അറിയിക്കുന്ന തെളിവ്, അത് ഖുർആനോ ഹദീസോ ആവുന്ന ഈ തെളിവ് മറ്റൊരർത്ഥത്തിനും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള തെളിവ് കൊണ്ടാണ് ഇത് ഹറാമാണെന്ന് സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയും. അതേസമയത്ത് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വ്യക്തമായ തെളിവ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടതെങ്കിൽ അതിന് ഹറാം എന്നും പറയും. സംഗതി രണ്ടായാലും ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നതും എന്ന് പറയുന്ന ഹറാമിന്റെ അതേ അർത്ഥം തന്നെയാണ് തഹരീമിന്റെ കറാഹത്തിനും ഉണ്ടാകുക. പ്രമാണത്തിലാണ് തമ്മിൽ വ്യത്യാസം. വ്യാഖ്യാനിക്കാൻ പറ്റുന്ന നിലക്കുള്ള തെളിവാണെങ്കിൽ തഹരീമിന്റെ കറാഹത്ത് പറയും, ഇല്ലാത്ത വ്യക്തമാണെങ്കിൽ അതിന് ഹറാം എന്നും പറയും. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ തഹരീമിന്റെ കറാഹത്താവുന്ന വരെ ഹറാമാവുന്നു തന്നെ, കുറ്റം ഉണ്ടാവുന്നു. എന്ത് പറയുന്നുണ്ട്? വലൗ ലിമൻ ലം തൽസമുഹുൽ ജുമുഅത്തു, ജുമുഅ ഫർദ് ഇല്ലാത്ത ആളാണ്, ഉദാഹരണം മുസാഫിറാണ്, അതല്ലെങ്കിൽ ഒരു അടിമയാണ്, അതുപോലെ ജുമുഅ ഫർദ് ഇല്ലാത്ത ഒരാള് ആണെങ്കിൽ ഉൾപ്പെടെ. അപ്പൊ ജുമുഅ ഫർദ് ഉള്ളവർക്ക് പറയും വേണ്ടെന്നർത്ഥം. എപ്പോഴാണ് ഈ കറാത്താക്കപ്പെടുക? ബഅദ ജുലൂസിൽ ഖതീബി അലൽ മിമ്പരി, ഖതീബ് മിമ്പറിൽ കയറി ഇരുന്നതിന്റെ ശേഷം. ഖുത്ബ തുടങ്ങിക്കൊള്ളുന്നില്ല, ഖുത്ബ തുടങ്ങിയാലും തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഖതീബ് മിമ്പറിൽ പ്രവേശിച്ച് സലാം പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ സാധാരണ കയറിയ സലാം പറയുമല്ലോ, ഖതീബ് മിമ്പറിൽ സലാം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തഹരീമിന്റെ കറാത്താണ്, അഥവാ ഹറാമാണ്. സംഗതി വൈലം ഇസ്മായിൽ ഖുതുബത്ത, ഇയാൾക്ക് ഖുതുബ കേൾക്കൂല, ദൂരത്താ. ഇവിടെ പറഞ്ഞേക്ക് സ്പീക്കർ ഇല്ലാത്ത പള്ളിയാണ്, വലിയ പള്ളിയാണ്, ദൂരത്താണ്, ഖുതുബ അങ്ങോട്ട് കേൾക്കണില്ല. അല്ലെങ്കിൽ ഇയാൾക്ക് ചൂട് കേൾക്കാത്ത പൊട്ടനാണ്. അങ്ങനെ ഖുതുബ കേൾക്കാതിരിക്കട്ടെ, ജുമാ ഫർദില്ലാത്തവനാവട്ടെ, ഏതായാലും ഖതീബ് മിമ്പറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഹറാമാണ്. എന്ത് ഹറാമാണ്? സ്വലാത്തു ഫർളിൻ, ഫർള് നിസ്കാരം നിർവഹിക്കൽ പിന്നീട് ഹറാമാണ്. വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഖുത്ബ തുടങ്ങിയാലും ഇല്ലെങ്കിലും, ഇവനത് കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ് ഫർള് നിസ്കരിക്കും. ഈ ഫർള് എന്ന് പറയുമ്പോൾ ഫായിത്തത്തിൻ, അത് ഖളാ ആയ നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിലും എങ്ങനത്തെ ഖളാ നിസ്കാരം? തദക്കറഹൽ ആന, ഇപ്പോഴാണ് അങ്ങനെ ഒരു നിസ്കാരം ഖളാ ഉണ്ട് എന്ന കാര്യം ഓർമ്മ വന്ന്. ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കൽ പതിവുള്ള ഒരു മനുഷ്യനാണ്. ഒരു ദിവസം ഒരു വഅളിന്റെ മജ്ലിസ് പോയി, മഗ്‌രിബിന്റെ ശേഷമുള്ള വഅളാണ്. അങ്ങനെ വഅള് നീണ്ട് 10 മണി വരെ വഅള് പറഞ്ഞു. അപ്പൊ ഇടക്ക് നിസ്കാരത്തിന് വേണ്ടി നിർത്തിവെച്ചില്ല. പലപ്പോഴും അസൗകര്യം ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ തുടരും. കാരണം പിന്നെ ഇശാന്റെ വഖത്ത് വിശാലാണല്ലോ. അങ്ങനെ വഅള് കഴിഞ്ഞ് ഇയാൾ വന്ന് കിടന്നുറങ്ങി. സാധാരണ വക്തായാണ് നിസ്കരിക്കുന്നതായതുകൊണ്ട് നിസ്കരിച്ചു എന്നുള്ള ധാരണയിലാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് വെള്ളിയാഴ്ച പള്ളിയേക്ക് പോയി. ജുമാക്ക് വേണ്ടിയിട്ട് ഖതീബ് ഖുതുബക്ക് കയറിയതിന് ശേഷം അയാൾ, പടച്ചോനെ റബ്ബേ, ഞാൻ ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടില്ലല്ലോ, മഗ്‌രിബ് നിസ്കരിച്ച് വയലേക്കാൻ കുത്തിയിരുന്ന് 10 മണിക്ക് വയല് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി, ഓർമ്മയില്ലാതെ കടന്നുറങ്ങിയല്ലോ. എന്നാ പിന്നെ ആ ഖളായ നിസ്കാരം ഇപ്പൊ തൽക്കാലം ഓർമ്മ വന്നത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല, അതും ഹറാം തന്നെയാണ്. സംഗതി വൈൻ ലസിമത്തുഹു ഫൗറൻ, ഉടനെ തന്നെ നിസ്കരിക്കൽ നിർബന്ധമാവുന്നതായ ശർഈയായ ഉദ്റില്ലാതെ ഖളാ ആയതാണെങ്കിലും ശരി. ഉദാഹരണം, സുബി അറിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നതാണ്. സുബി ഫജ്റായത് അറിഞ്ഞിന്, പക്ഷേ മടിയായിട്ട് ഇങ്ങനെ കിടന്നു, തിരിഞ്ഞു കിടന്നു, മറിഞ്ഞു കിടന്ന് കുറച്ച് രണ്ടാമത് ഉറങ്ങി, അങ്ങനെ ഖളായതാണ്.
ശറഈയായ ഉദ്റൊന്നുമില്ല. അങ്ങനത്തെ ഒരു നിസ്കാരാണ് ഇപ്പൊ ഓർമ്മ വന്നതള്ളൂ. എന്നാൽ പോലും ആ സമയത്ത് അത് നിസ്കരിക്കാൻ പാടില്ല. സ്വലാത്തു ഫർളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔ നഫ്ലിൻ, അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരവും ആ സമയത്ത് പാടില്ല. ഫർളും പാടില്ല, സുന്നത്തും പാടില്ല, അതായതാരും പാടില്ല, ഖളാ തീരെയും പാടില്ല. സുന്നത്ത് നിസ്കാരം ഉൾപ്പെടെ ഒരു നിസ്കാരവും ആ സമയത്ത് പാടില്ല. സംഗതി വലൗഫി ഹാരി ദുആഇ സുൽത്താനി, ഖുത്ബയുടെ റുക്നൊന്നും ബന്ധപ്പെട്ട സ്ഥലമല്ല, ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയമാണ്. അത് ജായിസാവും, അതിന്റെ അപ്പുറമൊന്നുമില്ല. അതിപ്പോ ഒരു പുണ്യപ്പെട്ട കാര്യമൊന്നുമല്ല. അത് തന്നെയല്ല ആ സമയത്ത് ഈ ഖുത്ബയുടെ ഈ ഭാഗം അഥവാ സുൽത്താനെ പറ്റി പറയുന്ന അയാൾക്ക് ദ്വാരക്കുന്ന ആ സമയത്തുള്ളത് ഈ 40 ആള് കേട്ടോളൊന്നും ഷർത്തുമില്ല. ആ സമയത്ത് പോലും എന്തു പാടില്ല? നിസ്കാരം പാടില്ല. കാരണം ഖുത്ബയെ തൊട്ട് ഇഅ്റാദ് ചെയ്യുക, തിരിഞ്ഞു കളയുക എന്ന അവസ്ഥ വരുന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് അത് ഹറാമാണ്. ഹറാമാണെന്ന് മാത്രവുമല്ല, വല്ലൗജുഹു, പലപ്പെട്ട അഭിപ്രായം, അന്നഹായി നിസ്കാരം ലാ തന്നഖിദു, ഈ ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം ഉള്ള ഈ നിസ്കാരം നിസ്കാരമായി തന്നെ കെട്ടുപെടില്ല എന്നതാ. അതായത് നിസ്കാരമൊക്കെ ശരിയാണ്, പക്ഷെ ചെയ്ത് ഹറാമാണെന്നുള്ള അർത്ഥമാണോ? അത് ഉദാഹരണം പറഞ്ഞാൽ അന്യൊരാളുടെ സ്ഥലത്ത് അയാളുടെ സമ്മതമില്ലാതെ കയറി നിസ്കരിക്കുക, അതല്ലെങ്കിൽ അന്യൊരാളുടെ വസ്ത്രം അയാൾ അറിയാതെ എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണ്, അതൊക്കെ ഹറാമായ നിസ്കാരമാണ്. പക്ഷെ ആ നിസ്കാരം സയ്യാവും. കാരണം ആ നിസ്കാരം എന്ന് നിലക്കുള്ള ഹറാമല്ല, മറ്റു കാരണങ്ങളെ കൊണ്ട് വന്ന ഹറാമാണ്. ഇവിടെ അങ്ങനെയല്ല. നിസ്കാരം എന്ന നിലക്ക് തന്നെ ലിദാത്തിഹി ഹറാമാണ്. അതുകൊണ്ട് നിസ്കാരം സഹിയാവുകയില്ല. ഏതുപോലെ കസ്വലാത്തി ബിൽ വഖത്തിൽ മക്റൂഹി, കറാഹത്താക്കപ്പെട്ട സമയങ്ങളിലുള്ള നിസ്കാരം കെട്ടുപെടാത്തത് പോലെ ഖുത്ബയുടെ സമയത്തുള്ള നിസ്കാരവും കെട്ടുപെടൂല. ഇതറിയാത്ത ചില സാധുക്കളുണ്ട്. ഇവിടെ ഒരു ദിവസം നമ്മൾ സാധാരണ ജുമാക്ക് പങ്കെടുക്കുന്ന പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ തോപ്പൊക്കെ ഇട്ടിട്ട് കണ്ടാൽ യമനിയാണെന്ന് തോന്നും. അപ്പൊ ഇയാൾ ഇങ്ങനെ നിന്നിട്ട് ഖത്തീബ് ഖുത്ബ ഓതാൻ കഴിഞ്ഞ ശേഷം ഒന്നാം ബാങ്ക് കൊടുക്കുമ്പോ അല്ല ഈ രണ്ടാം ബാങ്ക് കൊടുത്തപ്പം ഇയാൾ ഇങ്ങനെ നിന്നു. രണ്ടാം ബാങ്ക് കൊടുത്ത് ഖത്തീബ് ഖുത്ബ ഓതാൻ തുടങ്ങി. ആട് ബേ നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. യമനിയക്കാരെ ഓലപ്പോ നമ്മൾ പറഞ്ഞിട്ട് വിചാരത്തിൽ ഉണ്ടാന്ന്. ജുമൈഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോ ഇയാൾ മലയാളം പറയുന്നുണ്ട്. അപ്പോ യമനിയല്ലല്ലോ. അപ്പൊ അടുത്ത് നിന്ന് സലാം പറഞ്ഞു. ചോദിച്ചു, നിങ്ങൾ മലയാളിയല്ലേ? ചോദിച്ചു. അതാ. എന്നാലേ ഖുത്ബ തുടങ്ങിയ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല കേട്ടോ. അത് അപ്പൊ അയാൾക്ക് അറിയില്ല. കുറ്റം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അത് അറിയില്ല. ഒരു നല്ല കാര്യമാണല്ലോ എന്നുള്ള ആൾക്കാണ് ചെയ്യുന്നത്. അത് പാടില്ലെന്ന് മാത്രമല്ല, ആ നിസ്കാരം തന്നെ നിസ്കാരമായിട്ട് കെട്ടുപെടുകയില്ല. അത് സുന്നത്ത് നിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെ, ഫർദ് നിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെ. കറാഹത്തായ വക്ത് പറഞ്ഞാൽ സുബഹിന്റെ ശേഷം, സുബഹിസ്കരിച്ചതിന് ശേഷം സൂര്യ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആകുന്നത് വരെയും, അസർസ്കരിച്ചതിന് ശേഷം മഗ്‌രിബാകുന്നത് വരെയും, വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിൽ നട്ടുച്ച സമയത്തും നിസ്കാരം കറാഹത്താണല്ലോ. ആ സമയത്ത് പക്ഷേ ഫർദ് നിസ്കരിക്കാം, ഖളാ വീട്ടാനുള്ള ഫർദ് നിസ്കരിക്കാം. അതുപോലെ തന്നെ മുൻഗണന കാരണമുള്ള സുന്നത്താണെങ്കിലും നിസ്കരിക്കാം. തീരെ കാരണമില്ലാത്ത മുത്തലഖ് സുന്നത്തോ അല്ലെങ്കിൽ പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരമോ ആണ് ആ സമയത്ത് പാടില്ലാത്ത. അതാണ് മുന്നഖത്താകാത്ത. ബാക്കിയൊക്കെ കിട്ടുള്ളൂ. എന്നാൽ ബല്ലൗല, അതിനേക്കാളും കെട്ടുപെടാതിരിക്കാൻ ഔലയാണ് ഈ സമയം. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ കാരണമുള്ളതായാലും പാടില്ല, ഇല്ലാത്തതായാലും പാടില്ല, മുന്തിയ കാരണമുള്ളതായാലും പാടില്ല, പിന്തിയ കാരണമുള്ളതായാലും പാടില്ല, ഖളാ ആയതായാലും പാടില്ല, ഫർളായ നേർച്ചയാണ് ഏതായാലും പാടില്ല. ഒരു നിസ്കാരവും പാടില്ല, എല്ലാം ഹറാമാണ്. ഇനി മിമ്പറിൽ ഖത്തീബ് ഇരുന്നതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ ഹറാം എന്ന് പറഞ്ഞത്. എന്നാൽ വേജിബു നിർബന്ധമാണ്, അലാമൻ
ഒരാളുടെ മേലിൽ എങ്ങനത്തെ ഒരാളാണ് ഓം ബി സലാത്തിൻ നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഖത്തീബ് മെമ്പറെ കയറുമ്പോൾ ഇയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതല്ല, നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന നിസ്കാരമാണ്. അത് കഴിയുന്നതിന് മുമ്പാണ് ഖത്തീബ് മെമ്പറെ കയറി. അങ്ങനത്തവന്റെ മേൽ നിർബന്ധമാണ് തഖ്ഫീഫുഹാ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ നിസ്കാരത്തെ ലഘുവാക്കല്, വേഗം തീർക്കുക. പുതിയ തുടങ്ങാൻ ഏതായാലും പാടില്ല, തുടങ്ങിയ സയ്യോ ഔല ഹറാമുമാണ്. നേരത്തെ തുടങ്ങിയത് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോ അങ്ങനെ ഉണ്ടാവും. ജുമാന്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഖത്തീബ് വരാൻ റവാത്തിബ് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടേ സാധാരണഗതിയിൽ വരാറുള്ളൂ. അപ്പൊ സമയം ഉണ്ടാകും എന്ന നിലക്കാണ് ഇയാൾ തുടങ്ങിയത്. പക്ഷെ അന്ന് അസാധാരണമായിട്ട് നേരത്തെ ഖത്തീബ് വന്നു, അപ്പൊ നിസ്കരിച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വേഗം തീർക്കണം, പിന്നെ അവിടെ നീട്ടാൻ പാടില്ല. അർത്ഥം എങ്ങനെ വേഗം തീർക്കണം എന്ന് ബിഅയ്യഖ്തസിറാവൻ ചുരുക്കിക്കൊണ്ട് അലാ അഖല്ല് മുജ്സിഇൻ, മതിയാവുന്നതിൽ നിന്നിട്ട് ഏറ്റവും ചുരുങ്ങിയതിന്റെ മേൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് മാത്രം എടുക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ തരീഖാണ്. അതായത് ഫർദ് മാത്രം എടുത്തുകൊണ്ട് ചുരുക്കുക, സുന്നത്ത് പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ത്വരീഖ് അങ്ങനെയല്ല. വക്കതായ സുന്നത്തൊക്കെ എടുക്കുക, ദീർഘിപ്പിക്കരുത്. ഉദാഹരണം സൂറത്ത് ഓതുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു പോലെ അല്ലെങ്കിൽ ഇന്നാഅതൈനാ കൗസർ പോലത്തെ ചെറിയ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറഞ്ഞ 3 വട്ടത്തിന്റെ അപ്പുറാക്കാതിരിക്കുക. ഇങ്ങനെ സുന്നത്തിനെ നീട്ടാതെ അസ്ലു സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് പോവാം. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞ അങ്ങനെ പോരാ, മതിയാവുന്നതിൽ ഏറ്റവും ചുരുങ്ങി പറഞ്ഞ ഫർദ് മാത്രം എടുക്കുക, തീരെ സുന്നത്തിലേക്ക് പോകാതെ. ഏതായാലും നീട്ടാൻ പാടില്ല. എപ്പോ എന്താ ജുലൂസി അലൽ മിമ്പരി, ഖത്തീബ് മെമ്പറിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നേരത്തെ നിസ്കാരത്തിൽ പ്രവേശിച്ചവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചുരുക്കി വേഗത്തിൽ പൂർത്തിയാക്കിക്കൊള്ളണം. എന്നാൽ അനുവദിക്കപ്പെടുന്ന ഒറ്റ നിസ്കാരം ഉണ്ടായി പറയും. വകുരിഹ, കറാഹത്താക്കപ്പെടും, ലിദാഖിലിൻ, ഈ സമയത്ത് പള്ളിയിൽ കയറി വന്ന ആൾക്ക്. എങ്ങനത്തെ ദാഖിലാണ്? ഖുത്ബ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മെമ്പറിൽ കയറിയിട്ടില്ല, കയറാനായിന്. തഹിയത്തുൻ, അങ്ങനെ പുതുതായിട്ട് കടന്നു വന്ന ആൾക്ക് കറാഹത്താവും തഹിയത്ത് നിസ്കരിക്കല്. എങ്ങനത്തെ തഹിയത്ത്? ഫവ്വത്തത്ത് തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇമാമിനോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ തഹിയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അത് ഖുത്ബ മെമ്പർമേൽ ഇരിക്കുമ്പോഴല്ലാതെ, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഖുത്ബ കയ്യാനായിന്. ഇമാമ് ഖുത്ബയിൽ 2ാം ഖുത്ബയുടെ ദുആ തുടങ്ങാണ്. അപ്പൊ വേപ്പ 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നാൽ അത് കഴിയുന്നതിന് മുമ്പ് ഖുത്ബ ദുആ കഴിഞ്ഞ് മിമ്പറിന്ന് താഴെ ഇറങ്ങി മൊല്ലാക്ക ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം തുടങ്ങും. എന്ന് കണ്ടാൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഇൻസല്ല ഇപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ ഈ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും എന്ന് കണ്ടാൽ കറാഹത്താണ്. വയില്ല അങ്ങനെയല്ലെങ്കിലോ, അതായത് ഇവിടെ നിസ്കരിച്ചു, ഖുത്ബ നടക്കുന്നുണ്ട്, പക്ഷെ വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചാൽ ഖുത്ബ കഴിയൂല. ഖുത്ബ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തഹിയ്യത്ത് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാൻ കഴിയും. തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോട് കൂടെ കിട്ടും എന്ന് കണ്ടാൽ ഫലാ തുക്റഹു, അവിടെ തഹിയ്യത്ത് നിസ്കാരം കറാഹത്തില്ല. ഇപ്പൊ ചുരുക്കി നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, തഹിയ്യത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്? കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണ്, പാടില്ല. എന്നാൽ തഹിയ്യത്ത് നിസ്കാരം പാടുണ്ട്. എന്താ അതിന്റെ വിധി? അത് സുന്നത്താണ്. പക്ഷെ അവിടെ തന്നെ ഒരു നിബന്ധന. തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്, പക്ഷെ അവിടെ തന്നെ ഒരു നിബന്ധന. എന്താ? ആ തഹിയ്യത്ത് നിസ്കാരം സുന്നത്താവാൻ ഉള്ള ഷർത്ത്, ഇവൻ ഈ ഖുത്ബ കഴിയാൻ സമയത്ത് കയറി വന്നു,
ഇപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ ഈ തഹിയ്യത്ത് കഴിയുമ്പോക്ക് ഇമാമ് ഖുതുബ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിയും. അപ്പൊ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്ന് പറയുന്ന ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അവിടെ നിന്നാ മതി. അതല്ല ഇമാമിന്റെ ഖുതുബ കഴിയുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ഖുതുബ കഴിയലോട് കൂടിയായി തീരാവുന്ന നിലക്കാണ് തഹിയ്യത്ത് നിസ്കരിക്കുന്നതെങ്കിൽ സുന്നത്തുണ്ട്. അപ്പൊ ആകെ സുന്നത്തുള്ളൊരു നിസ്കാരം തഹിയ്യത്ത് നിസ്കാരാണ് എന്നർത്ഥം. എന്നാൽ ആ തഹിയ്യത്ത് എന്നലാക്കിൻ ഇങ്ങനെ സുന്നത്തുണ്ടെങ്കിൽ പോലും യൽസമുഹു ഈ ഖുതുബയുടെ സമയത്ത് കടന്നു വന്ന ആൾക്ക് നിർബന്ധമാണ് തർഫീഫുഹാ, ആ തഹിയ്യത്ത് നിസ്കാരത്തെ ലഘുവാക്കി നിസ്കരിച്ചു കൊള്ളണം. അങ്ങനെ അവൻ പറഞ്ഞേക്കന്നെ വാജിബാത്തി, ഫർദ് മാത്രം എടുത്ത് നിസ്കരിക്കുക. ഫാത്തിഹ മാത്രം ഓതുക, സൂറത്ത് ഓതണ്ട, വജ്ജത്ത് ഓതണ്ട. പിന്നെ അതുപോലെ ഒരു സുബ്ഹാൻ റബ്ബിയൽ അളീം എന്നോ അല്ലെങ്കിൽ ഒരു സുബ്ഹാൻ റബ്ബിയൽ അഅ്ലാ എന്നോ മാത്രം പറയാം. ഇങ്ങനെ ഫർദ് മാത്രം എടുത്ത്, അതായത് ഒരു തുമനീനത്ത് കിട്ടാൻ വേണ്ട സമയം ഒരു സുബ്ഹാനല്ലാഹ്ന്റെ ഖദറാണ് ഇപ്പൊ. അങ്ങനെ ഫർദ് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കണം എന്നാണ് എന്ന് കമാകാലോ ഷെയ്ഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്. ഈ വാജിബ് മാത്രം എടുത്തുകൊണ്ട് ആയിരിക്കണം ഈ ഖുതുബ നടക്കുന്ന സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കേണ്ട, സുന്നത്ത് തീരെ എടുക്കാൻ പാടില്ല. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം റംലി റഹ്മത്തുള്ളാഹി തങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല, ഒക്കതായ സുന്നത്ത് എടുക്കുക. പക്ഷേ കാമിലായ അക്മലായ സുന്നത്തിലേക്കൊന്നും പോകാൻ ഞാൻ മതി, ദീർഘിപ്പിക്കാത്തവർക്ക് ചുരുങ്ങിയ തോതിലാവണം എന്ന് പറഞ്ഞാൽ ഒരു ഉർഫൻ ചുരുങ്ങിയത് എന്ന് വന്നാൽ മതി എന്നാണ് റംലി ഇമാമിന്റെ പക്ഷം. അതേസമയത്ത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വരീഖാണ് ഫർദ് മാത്രം എടുത്തുകൊണ്ട് അഖല്ല് മുജ്സിന്റെ മേൽ ചുരുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രത്യേകം ഉണർത്താനുണ്ട്, ഈ സമയത്ത് കയറി വന്നു, അതായത് ഇമാമ് മിമ്പറിൽ കയറിയതിന് ശേഷം ഖുതുബ നടക്കുമ്പോഴോ ഖുതുബ തുടങ്ങാൻ പോകുമ്പോഴോ ആട്ടെ ഒരാൾ കയറി വന്നു. എന്നാൽ ജുമാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ തഹിയ്യത്ത് നിസ്കരിക്കുന്നോടത്ത് രണ്ടും കൂടി കരുതി നിസ്കരിക്കാം, അതാണ് ഉത്തമം. ഏത് തഹിയ്യത്തിന് വേണ്ടിയും ജുമാന്റെ മുമ്പുള്ള സുന്നത്ത് എന്നും കൂടി കരുതിയിട്ട് രണ്ടും കൂടി കരുതി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അവിടെ തഹിയ്യത്ത് എന്ന് മാത്രം കരുതി നിസ്കരിക്കുകയും ആവാം. ഇനി മൂന്നാമത്തെ ഒരു രൂപമുണ്ട്, തഹിയ്യത്ത് എന്ന് പ്രത്യേകം കരുതാതെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് എന്ന നിലക്ക് തന്നെയും നിസ്കരിക്കാം. കാരണം എന്താ, അതുകൊണ്ടും തഹിയ്യത്ത് വീടും, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇരുന്നോൽക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റൂല, അത് വേറെ വിഷയം. ഇപ്പൊ ഒരാൾ പുതിയതായിട്ട് പള്ളി കയറി വന്നു, ഈ കയറി വന്ന ആള് അയാളെ സംബന്ധിച്ച് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്, ഖുതുബ നടക്കുകയാണെങ്കിൽ പോലും സുന്നത്തുണ്ട്. ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോ 3 രീതി അവന് സ്വീകരിക്കാൻ പറ്റും എന്നർത്ഥം. ഏതാണ് 3 രീതി? ഒന്ന്, തഹിയ്യത്തിനെയും മുമ്പുള്ള റവാത്തിബിനെയും കൂടി കരുതുക, അതാണ് ഏറ്റവും ഉത്തമമായ രീതി. കാരണം എന്താ, മുമ്പുള്ള റവാത്തിബും കിട്ടി തഹിയ്യത്തും കിട്ടി, ഹറാമിന്റെ നിയമം അവന് വരുന്നുമില്ല. അപ്പൊ രണ്ടും കിട്ടും, അപ്പൊ രണ്ടും കൂടി കരുതുക, അതാണ് അഫ്ളല്. ഇനി രണ്ടാമത്തെ ഒരു രീതി ഉണ്ട്, തഹിയ്യത്ത് മാത്രം കരുതുക. എന്താ, തഹിയ്യത്ത് പിന്നെ ഇരുന്നു പോയാൽ നഷ്ടപ്പെടുമല്ലോ, റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെടുക. കാരണം എന്താ, ജുമാ കഴിഞ്ഞ ശേഷം പിന്നെ നിസ്കരിക്കാലോ, അതാണ് അത് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞ്. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, അതാ തഹിയ്യത്ത് കരുതാതെ മുമ്പുള്ള റാത്തിബത്ത് മാത്രം കരുതി അങ്ങനെ നിസ്കരിക്കാം. കാരണം എന്താ, തഹിയ്യത്തിന്റെ വഖത്താണത്. അപ്പൊ അവിടെ തഹിയ്യത്ത് കരുതിയിട്ടില്ലെങ്കിലും തഹിയ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. തഹിയ്യത്ത് എന്ന് കരുതി നിസ്കരിച്ചാൽ അതിന് പ്രത്യേകം കൂലി കിട്ടുമെങ്കിലും ഏതെങ്കിലും ഫർദോ സുന്നത്തോ ആയ ഒരു നിസ്കാരം ആ സമയത്ത് നിസ്കരിച്ചാൽ ഈ ത്വലബ് വിടും. തഹിയ്യത്ത് നിസ്കരിക്കാനുള്ള ആ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന വിടും. അപ്പൊ തഹിയ്യത്ത് കിട്ടും കൂട്ടത്തില്. അപ്പോ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് എന്ന നിയ്യത്തോട് കൂടി വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, അതിനേറെ പാടില്ല. 2 റക്അത്തേ പാടുള്ളൂ, ഷർത്താണ്. 2 റക്അത്തിന് അപ്പുറം പോയാൽ ബാത്തിലോ. എന്നാൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് 4 റക്അത്തുള്ളത് പോലെ ജുമാന്റെ മുമ്പ് 4 റക്അത്താ സുന്നത്ത്. അപ്പൊ ഒരാൾ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കിട്ടിയ നിസ്കാരം തന്നെ ബാത്തിലോ, അപ്പൊ തന്നെ സഹിയാവൂല, മുന്നക്കിതല്ല. അതേസമയത്ത് 2 റക്അത്ത് കരുതിയാൽ ജുമാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതി 2
തസ്കിച്ച സഹിയാവും. കാരണം തഹിയ്യത്തിന്റെ കൽപ്പന വീടുന്നു എന്നതുകൊണ്ട്. അപ്പൊ 3 രീതി ആവാന്ന് പറഞ്ഞാൽ തഹിയ്യത്ത് മാത്രം കരുതാം, അതുപോലെ റവാത്തിബ് മാത്രം കരുതാം, തഹിയ്യത്തും റവാത്തിബും കൂടി കരുതാം. 3 രീതിയും ആവാം. അതിൽ ഏറ്റവും നല്ലത് 2 കൂടി കരുതലാണ്. ഓക്കെ. കുരിഹ മറ്റൊരു കറാത്ത്. ഇപ്പൊ തരീമിന്റെ കറാത്താണ്. ഇപ്പം ഖതീബ് മിമ്പറിൽ കയറിയത് മുതൽക്ക് റവാത്തിബ് സുന്നത്തല്ലാത്ത ഫർളോ സുന്നത്തോ ആയ ഏത് നിസ്കാരവും തരീമിന്റെ കറാഹത്താണ്, സഹിയാവുകയും ഇല്ല. ഇനി മറ്റൊരു വിഷയം, വകുരിഹ കറാഹത്താക്കപ്പെടും ഇഹ്തിബാഉൻ, മുട്ടുകെട്ടിയിരിക്കുക. മുട്ടുകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാല് മനസ്സിലായോ? ഇപ്പൊ ആലൂരിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മുട്ടുകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാല് 2 രീതി ഉണ്ട്. ഒന്ന്, കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക, കാലിങ്ങനെ പൊന്തിച്ച് കുത്തിരിക്കുക, എന്നിട്ട് കൈകൊണ്ട് കാലിങ്ങോട്ട് ചുറ്റിപ്പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ജാതി തൂങ്ങി കുത്തിരിക്കലാണ്. മറ്റൊന്നുണ്ട്, ഒരു തുണിയോണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് കെട്ടുക. ഇപ്പൊ ഇവിടെ ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം, തലക്കൽ തുണിന്റെ ചെണ്ടൊക്കെ ഉള്ള ബെൽറ്റ് പോലത്തെ ഒരു സാധനം. അതിങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് കാലുമുണ്ടിന്റെ മുട്ടിന്റെ പുറത്തു കൂടെ അങ്ങോട്ട് കിട്ടുക. അപ്പൊ നല്ല സുഖമായിട്ട് ഒരു കസാലമ കുത്തിരിക്കും പോലുള്ള സുഖം കിട്ടും. അത് 2ഉം ഇഹ്തിബാ ആണ്. ഈ ഇഹ്തിബാ കറാഹത്താണ് എന്ന് എപ്പോഴ് ഹാലത്തൽ ഖുതുബത്തി, ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഹ്തിബാ മുട്ടുകെട്ടിയിരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ട്? നെഹി അൻഹു, ഇഹ്തിബായിനെ തൊട്ടിട്ട് നെഹി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഉലമാക്കൾക്ക് അതിൽ വലിയ ഖിലാഫുണ്ട്. പറഞ്ഞത് സർവസ്വീകാര്യമല്ല. പിന്നെ അവിടെ പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും അതിൽ മുഅത്തമദ് ഇങ്ങനെ മുട്ടുകെട്ടിയിരിക്കൽ കാരണം ഒരാൾക്ക് ഉറക്കം വരും, അതുപോലെ തന്നെ അശ്രദ്ധ വരും എന്ന് കണ്ടാൽ അത് കറാഹത്താണ്. ചില ആളുകൾക്ക് ആ ഇരുത്തം നല്ല ഉന്മേഷം കിട്ടും, റാഹത്ത് കിട്ടും, ശ്രദ്ധിക്കാൻ കഴിയും. അവരെ സംബന്ധിച്ചത് കറാഹത്തല്ല. കാരണം സ്വഹാബാക്കൾ അധിക പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഇഹ്തിബാ അഥവാ ഈ മുട്ടുകെട്ടിയിരിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഖുതുബകളും പ്രസംഗങ്ങളും ഒക്കെ ശ്രവിച്ചുകൊണ്ടിരുന്നത് എന്ന് ഹദീസിലുണ്ട്. തന്നെയല്ല, താബീങ്ങളിൽപ്പെട്ട മഹാന്മാര് പറഞ്ഞ് കാണാ, ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ ഖതീബ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഭയിൽ ധാരാളം സഹാബത്ത് നിറഞ്ഞിരിക്കുന്നു. ആ സഹാബത്തൊക്കെ മുട്ടുകെട്ടിയിരുന്നു കൊണ്ടാണ് ഖുതുബ ശ്രവിച്ചുകൊണ്ടിരുന്നത് എന്ന്. അപ്പോ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ. അതിന് മഹാന്മാര് ജമ്മ് ചെയ്തതാണ്. ഉന്മേഷവും ഉണർവും നന്നായി കിട്ടും, ശ്രദ്ധിക്കാൻ നല്ലോണം കഴിയും, അങ്ങനെ ഇരുന്നാൽ എങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് അങ്ങനെ മുട്ടുകെട്ടിയിരുന്നാൽ ഉറക്കം വരും എങ്കിൽ കറാഹത്ത്. അപ്പൊ ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുകെട്ടിയിരുന്നാൽ ഉറക്കം വരാൻ സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് അത് കറാഹത്താണ് എന്ന് തഫ്സീസ് ചെയ്യണം. ഇനി അതുപോലെ വഖത്ബു ഔറാഖിൻ, ചില കടലാസുകളിൽ എഴുതുക, ഉറുക്കെഴുതുക. എപ്പോഴ് ഹാലത്തഹ, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എന്നുമല്ല ഫീ ആഖിരി ജുമുഅത്തിൻ മിൻ റമളാന, റമളാൻ മാസത്തിലെ ഒടൂര വെള്ളിയാഴ്ച ഖതീബ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ചില ഉറുക്കെഴുതുന്ന അസ്മാന്റെ ഏർപ്പാടുകാരുണ്ട്. അത് അസ്മാരാ, മനസ്സിലായില്ലേ? അത് ആലിമീങ്ങൾ എന്ന് അവരെ പറ്റി പറഞ്ഞുകൂടാ. അസ്മാന്റെ പണിയെടുക്കണ മൊല്ലാമാര്, ആ മൊല്ലാമാർക്ക് ഒരു ഏർപ്പാടുണ്ട്. ചില അസ്മാന്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖതീബ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് പറയുന്ന ചില പ്രത്യേക അസ്മാകളുണ്ട്. ആ അസ്മാ ഓതിയാൽ ജിന്ന്, പിശാജ്, സിഹർ, ശത്രു തുടങ്ങിയ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും കാവലാക്കപ്പെടും ആ ഉറുക്കെഴുതി കിട്ടിയാല് എന്ന് ചില അസ്മാന്റെ കിതാബിൽ ചില മൊല്ലാമാര് പറഞ്ഞിട്ടുണ്ട്.
അതനുസരിച്ച് ഈ അസ്മാവിന്റെ പണിയെടുക്കുന്ന ചില വല്ലമാര് ആ സമയത്ത് അങ്ങനെ ഒരു എഴുത്ത് എഴുതലുണ്ട്. അത് പാടില്ല, കറാഹത്താണ്. കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഇവനെ നല്ലോണം അർത്ഥം അറിയുന്ന അറബിയിലുള്ള സഹീഹായ വല്ല ദുആവുമാണെങ്കിലാണ് ഈ കറാഹത്താണെന്ന് പറഞ്ഞത്. പറഞ്ഞു ബൽ മാത്രമല്ല, കറാഹത്താണെന്ന് മാത്രമല്ല, വഇൻ കുതിബ ഫീഹാ, വൈൻ കതബ ഫീഹാ എന്ന് വായിച്ചാലും കേടൊന്നുമില്ല. ഒരു കുത്തിബാന്ന് എഴുതി വെച്ചപ്പോ അങ്ങനെ മജൂലായിട്ട് തന്നെ വായിച്ചോളന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ ആള്, അതായത് ഈ തവീദ് എഴുതുന്ന ആള് ആ ഉറുക്കിൽ, ആ വറക്കിൽ എഴുതുന്ന നഹവ അസ്മാഇൻ സുരിയാനിയ, ചില സുറിയാനി ഇസ്മുകൾ എഴുതുന്നുണ്ട്. എങ്ങനത്തെ സുറിയാനി ഇസ്മ? യജ്ഹലു മാന, മാന അറിയില്ല, മാന അറിയപ്പെടാത്ത ചില സുറിയാനി വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഇവര് പറയുന്ന അതിൽ അങ്ങനെ ഉണ്ട്. ഒരു പാമ്പിന്റെ പേരാണ്, അരസിനൊന്നായിട്ട് കൊണ്ട് ചുറ്റി ഒരു പാമ്പിന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു കാവല് തേടുന്ന ഒരു ദുആ ഒക്കെ ഉണ്ട്. അതാണെങ്കിൽ ഹറുമ, ആ എഴുത്ത് ഹറാം തന്നെയാണ്. കാരണം ചിലപ്പോൾ കുഫ്രിയത്ത് വരെ വരാൻ സാധ്യതയുണ്ട്. അസ്മാഉൽ ഹുസ്ന പോലത്തതാണെങ്കിൽ അപ്പൊ ഈ കറാഹത്ത് എന്ന് പറഞ്ഞ്, നല്ല അസ്മാഉൽ ഹുസ്നയോ ഖുർആൻ ആയത്തോ അതുപോലെ തന്നെ മഅന അറിയപ്പെടുന്ന ദുആ ഒക്കെ പോലത്തത് ഇങ്ങനെയുള്ള തഅവീദിന് വേണ്ടി ഖുതുബ ഓതുന്ന സമയത്ത് എഴുതലാണ് ഈ കറാഹത്ത് എന്ന് പറഞ്ഞത്. അർത്ഥം അറിയപ്പെടാത്തതായ ശിർക്ക് കുഫ്രിയത്ത് പോലത്തത് വരാൻ സാധ്യതയുള്ള അജമിയായ ഭാഷയിലുള്ള ചില അസ്മാകളൊക്കെ ആണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അത് പിന്നെ പൊതുവിലുള്ള നിയമമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഖുതുബ ശ്രദ്ധിക്കുന്ന സമയത്ത് മറ്റൊരു ഏർപ്പാടിന് പോകാൻ പാടില്ല, അത് കറാഹത്താണ്. അത് ഉർക്ക് എഴുതുകയാണെങ്കിലും ആ സമയത്ത് ഇതിൽ കറാഹത്താണ് എന്നാ. അങ്ങനെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് കറാഹത്തായ ചില കാര്യങ്ങൾ കൂട്ടത്തിൽ ഉണർത്തി എന്ന് മാത്രം സുന്നത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി വെള്ളിയാഴ്ചത്തെ സുന്നത്ത് ഇനിയും ബാക്കിയുണ്ട്, കുറച്ച് പറയാ. വസുന്ന, സുന്നത്താക്കപ്പെടും ഖിറാഅത്തു സൂറത്തു കഹ്ഫിൻ, കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താക്കപ്പെടും. എപ്പോ? യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച പകലിലും, വലൈലത്തഹ, വെള്ളിയാഴ്ച രാത്രിയിലും. രണ്ടും സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. ലി അഹാദീസ, ധാരാളം ഹദീസുകൾ വന്നതിന് വേണ്ടി, ഫിഹ, ഈ ഖിറാഅത്ത് കഹ്ഫിനെ സംബന്ധിച്ച്. കഹ്ഫ് സൂറത്ത് ഓതുന്നതിനെ കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും, ഒരു വെള്ളിയാഴ്ച ഒരാള് സൂറത്തുൽ കഹ്ഫ് ഓതിയാല് അതുകൊണ്ട് ധാരാളം ഫളീലത്ത് പറയുന്ന, ഒരാഴ്ച വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടാനും തന്നെയുമല്ല പ്രത്യേകമായ പ്രകാശം ലഭിക്കാനും അത് കാരണമാകുന്നതിന്റെ പുറമെ സൂറത്തുൽ കഹ്ഫിനെ കൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നിട്ട് കാവലാക്കൽപ്പെടൽ വരെ ഒരുപാട് ഫളീലത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫഖദ് റുവിയ അൻ ഇബ്നു അബ്ബാസ് വഅബീ ഹുറൈറ റളിയല്ലാഹു തആല അന്ന മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅത്തി ഔ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച രാവോ പകലോ ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഉത്തിയ നൂറൻ മിൻ ഹൈസു യഖറഉഹാ ഇലാ മക്ക, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണോ ഈ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് എങ്കിൽ അവിടെ മുതൽ മക്ക വരെയുള്ള എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം അവന്റെ ഖബറിൽ പ്രകാശം ലഭിക്കും എന്ന്. മനസ്സിലായില്ലേ? ഒരു ചെറിയ മെത്തിരിന്റെ വെളിച്ചം കിട്ടിയാൽ തന്നെ ഖബറിൽ എന്തൊരു സന്തോഷ. ആ സമയത്ത് വെള്ളിയാഴ്ച രാവോ പകലോ സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയ ഒരു മനുഷ്യന് അവൻ ഏത് നാട്ടിന്റെ ഏത് മൂലയിൽ നിന്നിട്ടാണോ ഓതുന്നത് അവിടെ മുതൽ മക്ക ഷരീഫ് വരെ എത്തുന്ന അത്ര വിശാലമായ സ്ഥലം അവന്റെ ഖബർ പ്രകാശിക്കും. അതിന്റെ പുറമെ ഉഫ്റ ലഹു ഇലാ യൗമിൽ ജുമുഅത്തിൽ ഉഖ്റ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള 7 ദിവസത്തെ ദോഷം പൊറുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഫദ്ലു സലാത്തി അയ്യാമിൻ 3 ദിവസം ഏറെയും എന്നാൽ 10 ദിവസത്തെ ദോഷങ്ങൾ അവന് പൊറുക്കപ്പെടും. അപ്പൊ ആരൂരിനൊരു ഇഷ്കാലുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഓതി, അപ്പൊ കഴിഞ്ഞ ആഴ്ച ഓതിയപ്പം അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച വരെയും പിന്നെ അതിന്റെ ശേഷമുള്ള 3 ദിവസം വരെയുള്ളതും പുറത്ത്.
ഈ വെള്ളിയാഴ്ച ഓതിയപ്പോഴോ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽക്ക് ഇങ്ങോട്ട് ഈ വെള്ളിയാഴ്ച വരെയും ബാക്കിയാണ് 3. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ ശേഷമുള്ള ഒരു 3 ദിവസത്തെ പണ്ട് പൊറത്തിണല്ലോ. പിന്നെ ഇപ്പൊ പൊറക്കാൻ ഞാൻ അവിടെ ഉണ്ടാവുമോ? അപ്പൊ ദോഷമില്ലാതെ ഇടങ്ങാറാവോ? പൊറുക്കാൻ നോക്കുമ്പോഴേ ദോഷമില്ലാതെ ഇടങ്ങാറാവോ? അങ്ങനെയല്ല. അപ്പോ ദോഷം ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടും, ദോഷമില്ലെങ്കിൽ മുമ്പ് ദോഷം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ദോഷത്തിന് അത്രയും ഹസനത്ത് എഴുതപ്പെടുന്ന. ദോഷം ഉണ്ടാക്കി പൊറുപ്പിക്കുകയല്ല വേണ്ടത്, മനസ്സിലായോ? ദോഷം ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടും, ഇല്ലെങ്കിൽ അത്രയും എണ്ണം കണ്ട് അവന് ഹസനത്ത് എഴുതപ്പെടും. അതിന്റെ പുറമെ വസല്ലാലി സബൂന അൽഫ മലക്കിൻ 70,000 മലായിക്കത്ത് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഹത്താ അസ്ബിഹ, രാത്രി ഓതിയാൽ പകല് വരെ, പകൽ ഓതിയാൽ വൈകുന്നേരം വരെ. മാത്രമല്ല ഉഫിയ മിനദ്ദാഇ വദ്ദുബൈലത്തി വദാത്തിൽ ജംബി വൽബറസി വൽജുദാമി. പടച്ചോനെ, കുഷ്ഠം, വെള്ളപ്പാണ്ട്, പാർശ്വശ്വാല, അതുപോലെ തന്നെ ഈ ഒരു തരം മറ്റേ കുരുക്കൾ, ഉള്ളിലേക്ക് കുരു പൊന്തിയിട്ടുണ്ടാവുന്ന ഒരു തരം രോഗങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ അതായിരിക്കും ഈ ട്യൂമർ. അങ്ങനെയുള്ള ഭീകരമായ രോഗങ്ങളെ തൊട്ടിട്ട് കാവലാക്കപ്പെടുകയും ചെയ്യും. അപ്പൊ പരലോകത്തിലുള്ള കൂലിന്റെ പുറമെ ദുന്യാവിൽ ഇങ്ങനെ ഭീകരമായ വെള്ളപ്പാണ്ട്, കുഷ്ഠം, അതുപോലെ തന്നെ ഭാഗം കുഴച്ചില്, അതുപോലെ തന്നെ ഈ ട്യൂമർ രോഗം തുടങ്ങിയ ഭീകരമായ രോഗങ്ങളെ തൊട്ടിട്ട് അവന് ആഫിയത്ത് ലഭിക്കുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറമെ ഫിത്നത്തിൽ ദജ്ജാൽ ഉണ്ടോ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലാക്കപ്പെടുകയും ചെയ്യും എന്ന്. ദജ്ജാല് പുറപ്പെടുക ഒരു വെള്ളിയാഴ്ചയാണ് വയ്ക്കും. അപ്പോ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും. അപ്പൊ സൂറത്ത് രാത്രി ഒരു വട്ടവും പകലൊരു വട്ടം ഓതിയാല് പോരാന്നാ, അസ്ലു സുന്നത്ത് കിട്ടും. എന്നാൽ രാത്രി 3 വട്ടവും പകല് 3 വട്ടം ഓതിയാലാണ് അധികരിപ്പിക്കുക എന്നതിന്റെ കുറഞ്ഞ രൂപക. പിന്നെ എത്ര കയ്യോ അത്രയും ആറ്റാം. രാവും പകലും സുന്നത്താണ്. ഇനി എന്നാൽ വഖിറാഅത്തുഹാ, ഈ സൂറത്തുൽ കഹ്ഫ് ഓതല് നഹാറൻ, രണ്ടാലും ഒരു സമയത്തേ ഓതുള്ളെങ്കിൽ രണ്ടും സുന്നത്തുണ്ട്, രാത്രിയും സുന്നത്തുണ്ട്, പകലും. പക്ഷെ നമ്മളെ പോലത്തെ മടിയന്മാരാ ഒരു നേരത്തെ ഓതുള്ളൂ. എന്നാ പിന്നെ നഹാറൻ ആക്കതു, പകൽ ഓതലാണ് രാത്രി ഓതുന്നതിനെക്കാട്ടിലും നല്ലത്. രണ്ടും സുന്നത്തുണ്ട്, അത് മറക്കരുത്. രാത്രി സുന്നത്ത് തന്നെ, പകലും സുന്നത്ത് തന്നെ, രണ്ടും ഓതണം. ഇനി നമ്മളെ പോലത്തെ മടിയന്മാരായിട്ട് ഒരിക്കേ ഓതുള്ളൂ, എന്നാ പിന്നെ രാത്രി ഓതുന്നതിനെക്കാട്ടിലും ഉത്തമം പകൽ ഓതലാണ്. എന്നാ പകല് എന്ന് പറഞ്ഞാൽ എപ്പോഴാകുക? മഗ്‌രിബ് വരെയാകാം. സുബഹി മുതൽക്ക് മഗ്‌രിബ് വരെ പകല് തന്നെയാണ്. ഈ സുന്നത്ത് അപ്പോഴൊക്കെ കിട്ടും ചെയ്യും. അതിന് തെറ്റിദ്ധരിക്കണ്ട. എന്ത് ജുമാ കയ്യോളേ ഉള്ളൂ ഇപ്പൊ ഈ സുന്നത്ത്, ജുമാ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് കിട്ടൂല എന്നാരും വിചാരിക്കണ്ട. ജുമാ കഴിഞ്ഞാലും മഗ്‌രിബ് വരെ ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ പ്രത്യേക പ്രതിഫലം അൽ കഹ്ഫിന് കിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാള് രാത്രി, റമദാൻ മാസല്ലേ, രാത്രി ഉറക്കൊഴിച്ച് പകല് സുബഹി നിസ്കരിച്ച് ഒറ്റ കടത്താണ് കിടന്നതാ. ബാങ്ക് കേട്ട് കണ്ട എഴുന്നേറ്റ് ജുമാന്റെ വേഗം ജുമാക്ക് പോയി. പിന്നെ അവിടെ അൽക്കഫ് പോകാനൊന്നും കഴിഞ്ഞില്ല. അർച്ചോനെ എനിക്ക് എന്റെ അൽക്കഫ് പോയല്ലോ എന്ന് കരുതണ്ട. മഗ്‌രിബ് വരെ ഓതിയാലും ഈ സുന്നത്ത് കിട്ടും. പക്ഷേ വഔലാഹു, പകൽ ഓതുന്നതിൽ ഏറ്റവും ഉത്തമമായത് ബഅദ സുബ്ഹി, സുബ്ഹി സ്കരിച്ച ഉടനെ തന്നെ. കാരണം എന്താ? മുസാറഅത്തൽ ഖൈരി, വെള്ളിയാഴ്ച പകൽ ഓതിയാൽ ഇത്രയൊക്കെ ദീനിയായിട്ടും ദുന്യവിയായിട്ടും ഹൈറുണ്ടെങ്കിൽ അത് വേഗം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പിന്നീട് പറ്റാതെ പോയെങ്കിലോ, മരണപ്പെട്ടു പോയെങ്കിലോ, ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഹൈറിലേക്ക് ഉളരുക എന്നുള്ളവർക്ക് സുബിയായ ഉടനെ തന്നെ ഓതുക. സുബഹി സ്കരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അൽ കഹ്ഫ് ഓതലാണ് ഏറ്റവും നല്ലത്. ഇത് ഒരു സുന്നത്ത്, ഓതുക എന്ന് പറഞ്ഞ സുന്നത്ത്. ഇനി പറയാം, ഇനി മറ്റൊരു സുന്നത്താ വയക്സറ മിൻഹാ, ഈ അൽ കഹ്ഫ് സൂറത്തിൽ നിന്നിട്ട് അധികരിപ്പിക്കലും സുന്നത്താണ്. അധികരിപ്പിക്കാൻ രാത്രി ചുരുങ്ങിയത് 3 വട്ടെങ്കിലും രാത്രി ഓതുക. അതുപോലെ തന്നെ ചുരുങ്ങിയത് 3 വട്ടെങ്കിലും പകൽ ഓതുക. അപ്പൊ 3 3 6 വട്ടം ഓതുക. എന്നാ മദീനല്ല, എന്നാ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ കുറഞ്ഞ കോലം കിട്ടുമെന്ന്. ഇനി അത് മാത്രമല്ല, മിൻ സാഇരിൽ ഖുർആനി,
ഖുർആന്റെ മറ്റ് ഭാഗങ്ങളും വെള്ളിയാഴ്ച അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേക സൂറത്തുകൾ തന്നെ വന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ വിശദീകരിച്ച് പറയാൻ സമയമില്ല, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. തർശീഹുകാരൻ നന്നായിട്ട് ഒരുപാട് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഓതേണ്ട പ്രത്യേക സൂറത്തുകളെ കുറിച്ച് ഒക്കെ തെർശീ നോക്കുക. ആരൂരെ അതൊന്നും നോക്കുപാടൊന്നും ഇപ്പൊ പറയാൻ കഴിയൂല. ഈ റമളാൻ മാസമായപ്പോ ഇതിങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോവുകയാണേ. പിന്നെ ഫീഹിമാർന വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും നടത്തും. പിന്നെ യംബഗി വയുക്റഹുൽ ജഹ്റു, എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ് ഇന്ന് ഒന്നുകൂടി ഉണർത്തുക, ഉറക്കോതൽ ഖിറാഅത്താക്കപ്പെടും. ബിഖിറാഅത്തിൽ കൈഫി, അൽ കഹ്ഫ് ഓതുകയാണെങ്കിലും വൈരി അല്ലാത്ത വല്ല സ്വലാത്ത് ഇല്ലാണെങ്കിലും ബാക്കി ഖുർആൻ ഓതുകയാണെങ്കിലും ഒക്കെ ഉറക്കയാക്കൽ ഖിറാഅത്താക്കപ്പെടും. എപ്പം ഇൻ ഹസല ബിഹി, ഈ ജഹ്റാക്കി ഓതൽ കൊണ്ടിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തഅദ്ദിൻ ലിമുസല്ലിൻ, നിസ്കരിക്കുന്നവർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഔനായിമിൻ, അല്ലെങ്കിൽ ഉറങ്ങുന്നവർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഖുർആൻ ഓതുന്നവർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അങ്ങനെ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുമ്പോൾ ആ നിലക്ക് വിഷമം ഉണ്ടാവുന്ന നിലക്ക് ഉറക്കോതാൻ പാടില്ല. സിറാക്കി ഓതാൻ വേണ്ട, അവനവന്റെ ശരീരം കേൾക്കുന്ന നിലക്ക്. ഞാൻ അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ല, അങ്ങനെ ആരും അവിടെ ഇല്ല, മോൻ ഒറ്റയ്ക്കന്നെ ഉള്ളൂ, എന്നാ ഉറക്കോതിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ അതല്ല, അവൻ ഉറക്കോതുമ്പോ ആളുകളുണ്ട്, അവരെന്താക്കാണ് ഇവന്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കുകയാണ്, എന്നാലും ഉറക്കോതാ. അങ്ങനെയല്ല, മറ്റുള്ളവർ ഓതുകയാണ്, അല്ലെങ്കിൽ അവർ നിസ്കരിക്കുകയാണ്, അവര് ദിക്റിലാണ്, നമ്മൾ ഉറക്കം ഓതുമ്പോ അവർക്ക് അതിന് തശ്വീഷ് കിട്ടും എന്ന് കണ്ടാൽ, ആ ഉറക്ക് നേരത്തെ ആകുമ്പോ ഉറക്കിന്റെ ജുമാന്റെ സമയമായിട്ടില്ലല്ലോ, അപ്പൊ ഒരു മനുഷ്യന് ഉറക്കം വന്നുപോയി, അയാൾ ഉറങ്ങാണ്, ഉറങ്ങണോടത്ത് പോയിട്ട് ഉറക്ക ചെല്ലണ്ടാന്ന്, ചെല്ലിനോടത്ത് വന്നിട്ട് ഉറങ്ങും വേണ്ട. അത് രണ്ടും രണ്ടാ. പള്ളിയിൽ ഉറങ്ങാൻ പറ്റുമല്ലോ, പടച്ചോനെ പള്ളിയിൽ ഉറങ്ങാൻ പാടില്ലാന്ന് ആരൂരെ പഠിച്ച്, പള്ളിയിൽ ഉറങ്ങാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് സഹീഹ് ബുഖാരിയിൽ വരെ ഒരു ചർച്ചയാണ്. അതില് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തൊട്ട് പല മഹാന്മാരും പള്ളിയിൽ കിടന്നുറങ്ങൊരു പതിവുണ്ടായിരുന്നു എന്നല്ല. പണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയായിട്ട് പിണങ്ങിയിട്ട് പോയിട്ട് പള്ളിയിൽ കിടന്നുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പം ശരീരത്തിന് വസ്ത്രം, പുതച്ച വസ്ത്രം നീങ്ങിയാണ്, അങ്ങനെ ദേഹത്തിന് മണ്ണായിന്. അപ്പോഴാണല്ലോ അത് തട്ടി കൊടുത്തുകൊണ്ട് കും യാ അബാ തുറാബ് എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ ഉറങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജമാഅത്ത് നടക്കുന്ന സമയത്ത് അല്ലതി, നേരത്തെയാണല്ലോ. ഖുർആൻ ഓതുന്നത് രാവിലെ ചെന്നിട്ട് ഓതാൻ തുടങ്ങൂലേ, അപ്പൊ അവിടെ ഒരാൾ കിടക്കുന്നുറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാകരുത്. അതേസമയത്ത് ഓതിനോടത്തൊരുത്തം വന്ന് കിടക്കുകയാണ്, ഓന്റെ അടുത്ത് കയറാറാ. അതേസമയത്ത് കിടന്നുറങ്ങണോടത്ത് പോയി ഉറക്കം ഓതരുത്. ക്ഷീണം വരുമ്പോ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഉറക്കം വരുമ്പോ ആ ഉറങ്ങണോൻ എന്താക്കണ്ട, നിങ്ങള് ഉറക്കം ഓതിക്കാണ്ട് തശ്വീഷ് ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് ഖുർആൻ ഓതിയല്ലേ വേണ്ടി, അത് പതുക്കെ ഓതിയാ മതിയല്ലോ എന്ന്. അതാപ്പ പറഞ്ഞത്, പതുക്കെ ഓതിയാ മതിയല്ലോ. പിന്നെ കമാ സറഹ ബിഹി നബവിയു, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് നിസ്കരിക്കുന്നവൻ, ഉറങ്ങുന്നവൻ, ഖുർആൻ ഓതുന്നവൻ, ദിക്ർ ചൊല്ലുന്നവൻ പോലെയുള്ളവർക്ക് വിഷമമുണ്ടാവുന്ന നിലക്ക് ഉറക്കോതൽ കറാഹത്താണ് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫീ കുതുബിഹി, തന്റെ ധാരാളം കിതാബുകളിൽ. പലയിലും പറഞ്ഞുകൊണ്ടാണ് കുത്തുബ് എന്ന് പറഞ്ഞത്, ഒന്നിൽ മാത്രമാണെങ്കിൽ അതിന്റെ പേര് പറയും. എന്നാൽ ഇമാം നബവി തങ്ങൾ അങ്ങനെ കറാഹത്താണ് എന്ന് പറഞ്ഞതിനെപ്പറ്റി ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാൻ, ഖാല ശൈഖുനാ ഫി ശറഹുൽ ലുബാബ്, ശൈഖുനാ ശറഹുൽ ലുബാബിൽ പറയുന്നുണ്ട്, യംബഗി ഹുർമത്തുൽ ജഹരി ബിൽ ഖിറാഅത്തി ഫിൽ മസ്ജിദി, പള്ളിയിലാണ് ഉറക്കോതുന്നത്, എന്നിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഖറാഹത്താണെന്ന് പറഞ്ഞാ പോരാ, ഹറാമ് തന്നെയാവേണ്ടതാണ്. അപ്പൊ നബി ഇമാം കറാഹത്താണെന്ന് പറഞ്ഞതോ ആണ്. അപ്പൊ എന്ത് വേണം? യംബഗി ഹുർമത്തുൽ ജഹരി ബിൽ ഖിറാഅത്തി ഫിൽ മസ്ജിദി വഹംലു കലാമിൻ നബവി ബിൽ ഖിറാഅത്തി അലാ മാ ഇദാ ഖഫത്ത അദി. ആണോ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ ജഹറായിട്ട് ഓതൽ
കറാഹത്താണെന്ന് പറഞ്ഞതിനെ ഹംല് ചെയ്യൽ അത്യാവശ്യമാണ്. എന്തും ഹംല് ചെയ്യണം. അലാമാ ഇദാ ഖഫത്ത അദി, പള്ളിയിൽ വെച്ചാണെങ്കിൽ പോലും ഉറക്ക ഓതുമ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഇല്ല, വളരെ ലഘുവായ ബുദ്ധിമുട്ടേ ഉള്ളൂ എങ്കിലാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇമാം നവവി തങ്ങൾ പള്ളിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഉറക്കോതൽ കറാഹത്താണെന്ന് മുത്തലക്കായി പറഞ്ഞത് വ്യാഖ്യാനിക്കേണ്ടതാണ്. കാര്യമായൊരു ബുദ്ധിമുട്ടില്ലാതെ പള്ളിയിൽ വെച്ച് ചെറിയ ലഘുവായ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ കറാഹത്താണ്. പള്ളി അല്ലെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കറാഹത്താണ്. അതേസമയത്ത് പള്ളിയിലാവുകയും മറ്റുള്ളവർക്ക് കാര്യമായ വിഷമം അനുഭവപ്പെടുകയും ചെയ്യുമെങ്കിൽ കറാഹത്തിമ്പ നിക്കൂല, ഹറാമ് തന്നെ വരും എന്നാണ് ശറഹുൽ ബാബിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാൻ. അതാ രണ്ടുകൂടി കൂട്ടിയിട്ടാ പള്ളി അല്ലാത്തതിൽ ഓതുക. പള്ളി അല്ലാത്തോടത്താണ് ഓതുന്നത്, അവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ്. പള്ളിയിലാണെങ്കിലോ, പള്ളിന്ന് ഓതുകയാണെങ്കിൽ കുറഞ്ഞ ലഘുവായ വിഷമമേ ഉള്ളൂ, എന്നാലും കറാഹത്താണ്. അപ്പൊ പള്ളിയിലാവുകയും മറ്റുള്ളവർക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമെങ്കിൽ ജഹ്റാക്കൽ ഹറാമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ശറഹുൽ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്സാറു സ്വലാത്തിൻ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്തുൽ കഹ്ഫ് അധികരിപ്പിക്കലും സൂറത്തുൽ കഹ്ഫ് ഓതലും രണ്ട് സുന്നത്ത് പറഞ്ഞു. എന്നതുപോലെ സ്വലാത്ത് അധികരിപ്പിക്കലും സുന്നത്താണ്. അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാം. എപ്പോഴും യൗമഹാവലയിലത്തഹ, വെള്ളിയാഴ്ച രാവും പകലും. അൽക്കഫ് പറഞ്ഞേക്കന്നെ രാവ് അധികരിപ്പിക്കുക, പകൽ അധികരിപ്പിക്കുക. അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാവാം, എന്നാ ചുരുങ്ങിയത് 300 വട്ടം രാത്രിയും 300 വട്ടം പകലും ആയാൽ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ ചുരുങ്ങിയ കോലായി. ലിൽ അഖ്ബാരി സ്വഹീഹത്തിൽ ആമിറത്തി ബിദാലിക, വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ധാരാളം സഹീഹായ ഹദീസുകളുണ്ട്. അതുകൊണ്ട് അൽക്കഫ് വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ രാവും പകലും സ്വലാത്ത് വർദ്ധിപ്പിക്കലും സുന്നത്തുണ്ട്. അപ്പൊ ഫൽ ഇക്സാറു മിന്നാ, അപ്പൊ ഈ സ്വലാത്ത് അധികരിപ്പിക്കൽ അല്ലെങ്കിൽ ഈ മദ്കൂർ എന്ന് പറഞ്ഞിട്ട് മിന്നയിലേക്ക് മടക്കാം, എന്നാ അതിന്റെ ആവശ്യമില്ല. സ്വലാത്ത് അധികരിപ്പിക്കാം. മിൻ ഇക്സാരി ദിക്രിൻ ലം യരിദ് ബിഖുസൂസിഹി, വെള്ളിയാഴ്ച പ്രത്യേകമായി ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടു വന്നിട്ടില്ലാത്ത മറ്റ് ദിക്റുകളെക്കാളൊക്കെ അഫ്ദല് സ്വലാത്താണ്. അതേസമയത്ത് പ്രത്യേകം ഉള്ളതാണെങ്കിൽ ഉദാഹരണം സുബഹിസ്കരിച്ചിട്ട് ചെല്ലേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ ജുമാന്റെ ശേഷം ചെല്ലേണ്ട ദിക്റുകൾ, അസറിന്റെ ശേഷം ചെല്ലേണ്ട ദിക്റുകൾ, ആ ദിക്റുകളൊക്കെ ചെല്ലുന്ന സ്വലാത്തിനെക്കാട്ടിലും അഫ്ദൽ തന്നെ. അങ്ങനെ പ്രത്യേകമായി വരാത്ത മുത്തലക്കായ ദിക്റുകൾ മറ്റേത് ദിക്റിനെക്കാട്ടിലും അഫ്ദൽ വെള്ളിയാഴ്ച സ്വലാത്താണ്. ഖാലഹു ശൈഖുന. ഇനിയും അങ്ങനെ ഉണ്ട്, സുന്നത്തോടെ എത്തിയിട്ടില്ല, പറയാണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിന് ജുമാന്റെ ബാബുകളെ തീർക്കാൻ കഴിയൂല ആരൂര്? കഴിയും. പിന്നെ ജമ്മും ഖസുറ യാത്രയായിട്ട് ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അതിന് പറയാം. ഇനി ദുആ ആണ്, അവിടെ നിൽക്കട്ടെ. സമയം 2 മണിയോടെ അടുത്തു, സമയം കുറച്ച് ഏറിയാണ്. ഇനി കുറച്ചു നേരം എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ ഉപയോഗപ്പെടുത്താം. അപ്പൊ കെട്ടിട്ട കയറൊക്കെയാണ് കഴിച്ചാലേ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. കുറച്ച്